പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹാരിസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഈ പരിപാടിയൊക്കെ നമ്മൾ മതിയാക്കിയതാണ്. പിന്നെ ഈ കേസ് ഇങ്ങനെ നീണ്ടു പോകുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ ചില അപ്ഡേഷൻസ് തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രധാനമായും. ഒന്നാമതായി എന്ന് പറയുന്നത് കമ്പനി കേസ് നീട്ടിക്കൊണ്ട് പോകുന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്നലെ ഒരു കേസ് ഉണ്ടായിരുന്നു, ED പ്രതാപിൻ്റെ ജാമ്യം റദ്ദാക്കുന്നതിനെ കുറിച്ചുള്ള അതിൽ കഴിഞ്ഞ സിറ്റിങ്ങിൽ തന്നെ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞതാണ്. പക്ഷേങ്കിൽ ഇതുവരേക്കും അത് കൗണ്ടർ അഫിഡവിറ്റ് ഹൈറിച്ച് കമ്പനി അല്ലെങ്കിൽ പ്രതാപൻ ഫയൽ ചെയ്തിട്ടില്ല. രണ്ടാമതായി ഇന്നലെയും അതുപോലെ തന്നെ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്താൽ മാത്രമേ അതിൻ്റെ അടുത്ത നടപടികൾ കോടതിക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അത് കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിൻ്റെ പ്രതാപൻ്റെ ജാമ്യത്തിൽ ഏതാണ്ട് തീരുമാനമാവുകയും ചെയ്യും. അതുകൊണ്ട് ആണ് ഈ കേസിൽ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാതിരിക്കുന്നത്. രണ്ടാമതായി, കഴിഞ്ഞ സിറ്റിങ്ങിൽ കഴിഞ്ഞ 9-ാം തീയതിയത്തെ ബഡ്സിൻ്റെ അപ്പീലിൽ പറഞ്ഞതാണ് ED കൂടി കക്ഷി ചേർപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് അപ്പീലൻ്റ് ഹൈറിച്ച് കമ്പനിയാണ് അത് ചെയ്യേണ്ടത്. പക്ഷേങ്കിൽ ഇതുവരേക്കും ED അതിൽ കക്ഷി ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നാളെയും ED കക്ഷി ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുമായിരിക്കും. പിന്നെ ഇന്ന് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ആൾക്കാർ ക്ലെയിം പെറ്റീഷൻ കൊടുക്കാൻ, ആദ്യത്തെ ക്ലെയിം പെറ്റീഷനിൽ ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഇത് കാര്യമായിട്ട് പണം കിട്ടാൻ വേണ്ടി തന്നെയാണ് ഈ ക്ലെയിം പെറ്റീഷനൊക്കെ വാങ്ങിയിരിക്കുന്നത് എന്ന്. അപ്പോൾ ആ സമയത്ത് ഇവർ നിവേദന ക്യാമ്പയിൻ കെട്ടുകണക്കിന് നിവേദനം എടുത്തിട്ട് പിന്നെ ഇവരുടെ പ്രസിഡന്റ് ബിനീഷിന് അത് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഓനിങ്ങനെ ആടുവാണ്, ഇങ്ങനെ പിന്നെ എത്രയോ 15 ലക്ഷം 18 ലക്ഷം അത്രയും നിവേദനങ്ങൾ കലക്ടറേറ്റ് കൊണ്ട് കൊടുക്കുകയാണ്. നമുക്ക് മണി ചേഞ്ച് ചെയ്യണം, മണി ചേഞ്ച് ചെയ്താണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഉളുപ്പില്ലാതിട്ടുള്ള ഇവനൊക്കെ വേറെ എന്തെങ്കിലും തൊഴിലെടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ എന്തെല്ലാം വൃത്തിയായിട്ട തൊഴിലുണ്ട്, അങ്ങനെയുള്ള തൊഴിലെടുത്തിട്ട് ജീവിച്ചൂടെ. ഈ മണി ചേഞ്ച് തന്നെ ചെയ്തിട്ട് അങ്ങനെയാകുമ്പോൾ ഈ വൃത്തിയായിട്ട തൊഴിലെന്ന് പറയുമ്പോൾ അതിൽ ചെറിയ ആൾക്കാർ മാത്രമേ ഇവർക്ക് അതിൻ്റെ ആവശ്യക്കാരെ മാത്രമേ അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുള്ളൂ. എന്നാൽ ഈ മണി ചേഞ്ച് എന്ന് പറഞ്ഞു വെച്ചാൽ ആൾക്കാർ, പാവങ്ങൾ പല പ്രതീക്ഷയും കൊണ്ട് ജീവിതം അവസാന കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്വരുക്കൂട്ടി വെച്ച പൈസയൊക്കെ ഇതുപോലെയുള്ള കള്ളന്മാർ വന്നിട്ട് അടിച്ചുകൊണ്ട് പോകും. അതാണ് ഈ മണി ചെയിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ കമ്പനി പൂട്ടിക്കെട്ടി ഇങ്ങനെ കേസ് ഇങ്ങനെ നീണ്ടു പോകുന്ന സമയത്ത് മലപ്പുറത്തുള്ള ഒരു സുഹൃത്ത് അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞിരുന്നത്, ഞാൻ വെറും 9 പേരെ മാത്രമേ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ, അതാണ് എനിക്ക് ഭയങ്കര പണിയായത്. ഞാനിത് വേണ്ട എന്ന് പറഞ്ഞ് നിന്നായിരുന്നു. പക്ഷേ എങ്കിൽ കുടുംബക്കാരനായ ഒരു ചെക്കൻ വന്നിട്ടാണ് എന്നെ അതിൽ പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആകെ നാറിയിരിക്കുകയാണ്. ഞാൻ സ്വന്തം അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഒരു എൻജിനീയറായിട്ട് വരികയായിരുന്നു. ഇവൻ എൻജിനീയറാണോ അല്ലെങ്കിൽ പണ്ടൊക്കെ DTC അല്ലെങ്കിൽ ഒക്കെ പഠിച്ച് ഡ്രാഫ്റ്റ്മാൻ സിവിലൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പിന്നെ വരയ്ക്കാനും പിന്നെ എസ്റ്റിമേറ്റൊക്കെ ഉണ്ടാക്കാൻ പുയ്യൊക്കെ ഇറക്കി കൊടുക്കുക അല്ലെങ്കിൽ കല്ലിറക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ. പിന്നെ എന്തെങ്കിലും വീടെല്ലാം നോക്കി നടത്തുന്നവനൊക്കെ എൻജിനീയർ എന്നൊക്കെ വിളിക്കും. അല്ലെങ്കിൽ വാർപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അളവെടുക്കുക, അങ്ങനെയുള്ളവർ എൻജിനീയർ എന്നൊക്കെ വിളിക്കാറുണ്ട്, നാട്ടിലെ ആൾക്കാർ വിളിക്കും. അപ്പോൾ അങ്ങനെയുള്ള എൻജിനീയർ ആണോ ഇവൻ എന്ന് അറിയില്ല. എന്തായാലും ഇവൻ ബിടെക് ഒന്നല്ല. അപ്പോൾ അവൻ പറയാണ്, അതുകൊണ്ട് എനിക്ക് സമൂഹത്തിൽ ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു, എല്ലാവർക്കും ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. ഞാൻ സ്വന്തം പ്രയത്നം കൊണ്ട് ഇത്രയും നല്ല നിലയിലെത്തിയതാണ്. പക്ഷേങ്കിൽ ഈ മണി ചെയിനിൽ പെട്ടതോടുകൂടി ഞാൻ ആകെ നാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു സൊസൈറ്റിയൊക്കെ രൂപീകരിച്ച സമയത്ത് ഇവൻ ഈ ഒരു സൊസൈറ്റിയിലെ എന്തോ വലിയ സംഭവമായി മാറി. അപ്പോൾ പിന്നെ ഈ 9 ആളെ ചേർത്തവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ അത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ നിവേദനം കൊടുക്കുന്നുണ്ട്, നമ്മൾ ഇയാളെ കാണുന്നുണ്ട്, അയാളെ കാണുന്നുണ്ട്, ആ ലെറ്റർ അയക്കുന്നുണ്ട്, ഈ ലെറ്റർ അയക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ ഈ കുരുപൊട്ടി ഒളിച്ച് 2 വോയിസ് ഇന്ന് ഒരാൾ എനിക്ക് അയച്ചു തന്നു. അവൻ പറയാണ്, ഇങ്ങനെ കേസ് നടക്കുമ്പോൾ എങ്ങനെയാണ്
ക്ലെയിം പെറ്റീഷൻ കൊടുക്കുക, ക്ലെയിം പെറ്റീഷൻ സ്വീകരിക്കുന്നത് തെറ്റല്ലേ, ഇങ്ങനെ പൈസ വിതരണം ചെയ്യുന്നത് കമ്പനിയെ പിന്നെ ഇവിടെ കുഴിച്ചു മൂടാൻ വേണ്ടി. ഈ കമ്പനിയെ കുഴിച്ചു മൂടി ഈ കമ്പനി ഒന്നിന് തിരിച്ചു വരാൻ പ്രതാപന് പോലും താല്പര്യമില്ല. ഇതിന് തിരിച്ചു വന്നു കഴിഞ്ഞാലും ഭയങ്കര നഷ്ടമായിരിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഈ കമ്പനി ഇനി വരില്ല. ഹൈറിച്ച് എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള കുറച്ച് പൊട്ടന്മാർ മാത്രമാണ് ഹൈറിച്ച് എന്ന് പറയും. ഈ ഹൈറിച്ച് ഒരിക്കലും തിരിച്ചു വരില്ല, തിരിച്ചു വരാൻ സാധിക്കുകയില്ല, തിരിച്ചു വരാൻ ഇതിൻ്റെ ആൾക്കാർക്ക് ആഗ്രഹവും ഇല്ല. അതുകൊണ്ടാണ് ഇവർ കിന്നവേഷൻ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ പുതിയ തട്ടിപ്പുമായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു തട്ടിപ്പ് പോയി കഴിഞ്ഞാൽ വേറൊരു തട്ടിപ്പ്, അല്ലാണ്ട് ആ തട്ടിപ്പ് തന്നെ തിരിച്ചു കൊണ്ടുവരികയല്ല തട്ടിപ്പന്മാരുടെ രീതി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ബഡ്സ് ആക്ടിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് മാത്രമാണ്. ബഡ്സ് ആക്ടിൽ ഈ കേസ് ഇങ്ങനെ നടക്കും, പക്ഷേങ്കിൽ നിക്ഷേപകരായിട്ടുള്ള ബോൺഫൈഡ് നിക്ഷേപകരായിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഇടക്കാല ആശ്വാസം കൊടുക്കും, ചിലപ്പോൾ പണം തേച്ചും വിതരണം ചെയ്യും, പിന്നെയും കേസ് അങ്ങനെ നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിടിച്ചെടുത്തത് എത്രയും പെട്ടെന്ന് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുക, അവരുടെ കൈകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ബഡ്സ് ആക്ടിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ അവർ ടൈം ബോണ്ടായിട്ട് കാര്യങ്ങൾ തീർപ്പാക്കണം. 60 ദിവസത്തിനിടയ്ക്ക് ഇത് ഫ്രീസിങ് പെർമനൻ്റ് ആക്കണം, 180 ദിവസത്തിനിടയ്ക്ക് ഇതിൻ്റെ എല്ലാ പരിപാടികൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 239 പേർക്ക് ക്ലെയിം കൊടുത്ത 239 പേർക്കുള്ള 20 കോടി രൂപ അതിൽ തീരുമാനം ഉണ്ടാവാൻ പോവുകയാണ് നാളത്തെ സിറ്റിങ്ങുകൾ. അപ്പോൾ അത് കണ്ടുകൊണ്ട് ആ സമയത്ത് ഈ ലീഡർമാരുടെ ചതിയിൽപ്പെട്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ക്ലെയിം പെറ്റീഷൻ സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ അതിന് ശേഷവും ക്ലെയിം പെറ്റീഷൻ അയച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് ഇതിൻ്റെ ഫോമുകൾ ഇവർ കൊടുക്കാത്തത് കൊണ്ട് അവർ കത്തായിട്ടും കുറച്ച് പരാതിയായിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ജില്ലകളിലും ക്ലെയിം പെറ്റീഷൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെയിം പെറ്റീഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ജില്ലാ ഭരണകൂടമാണ്, അല്ലെങ്കിൽ അതിന് ചുമതലപ്പെടുത്തുന്ന പോലീസിൽ തന്നെ ഒരു നോഡൽ ഓഫീസറുണ്ട്, അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടറാണ് അതിൻ്റെ ക്ലെയിമും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ച് തീരുമാനം എടുക്കേണ്ടത്. ഈ എല്ലാ ക്ലെയിമും കൂടി ഒരു കളക്ടറേറ്റിൽ പോയി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, അത് വളരെ താമസമെടുക്കും. അതുകൊണ്ടാണ് അതാത് ജില്ലകളിൽ അതിൻ്റെ പരിശോധനകൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഏത് ജില്ലയിലാണോ നിക്ഷേപകരുള്ളത് അത് അവരുടെ ജില്ലയിലാണ് പരാതി കൊടുക്കേണ്ടത്. അത് ഈ 25-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഹൈക്കോടതിയിലെ സിറ്റിങ്ങിൽ തന്നെ നിക്ഷേപകരുടെ വക്കീൽ പറഞ്ഞു, സാർ ഇത്ര മാത്രമല്ല, ഇനിയും ഒരുപാട് ആൾക്കാർ, ഇവരുടെ 16 ലക്ഷത്തിൻ്റെ കണക്കൊന്നും പറഞ്ഞില്ല, ഇനിയും ഒരുപാട് ആൾക്കാർ ക്ലെയിം കൊടുക്കാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് കോടതി തന്നെയാണ്, ജഡ്ജി തന്നെയാണ് പറഞ്ഞത്, ലെറ്റ് ദ ക്ലെയിം കം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇനിയും ക്ലെയിമുകൾ വരട്ടെ എന്നുള്ളത്. പക്ഷേങ്കിൽ ആ ഒരു വാചകം ഇടക്കാല ഉത്തരവിൽ വന്നിട്ടില്ല. അത് സത്യം തന്നെയാണ്, ഇടക്കാല ഉത്തരവിൽ ആ ഒരു വാചകം വന്നിട്ടില്ല. ഇടക്കാല ഉത്തരവുകളിൽ ഈ നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാനുള്ള നടപടികൾ അടുത്ത സിറ്റിങ്ങിൽ തീരുമാനിക്കാം എന്നുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, കമ്പനി താങ്ങികളെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെയാണ് കാര്യങ്ങൾ. വേണമെങ്കിൽ ക്ലെയിം കൊടുക്കുക, നിങ്ങൾക്കൊന്നും പൈസ കിട്ടാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് അർഹരായിട്ടുള്ള ഈ ചതി മനസ്സിലാക്കിയിരിക്കുന്ന, ഈ തട്ടിപ്പ് മനസ്സിലാക്കിയിരിക്കുന്നവർക്ക് മാത്രം പൈസ കിട്ടട്ടെ. കമ്പനിയെ താങ്ങിക്കൊണ്ട് കിടക്കുന്ന കമ്പനിയുടെ മൂട് താങ്ങികൾക്ക് ഒരിക്കലും പണം കിട്ടരുത്. അവർക്ക് ഇതൊരു പാഠമായിരിക്കണം. അവർക്ക് ശിക്ഷയാണ് കിട്ടേണ്ടത്, അവർക്ക് പണമല്ല കിട്ടേണ്ടത്, അവർക്ക് ശിക്ഷയാണ് കിട്ടേണ്ടത്. PCMC ആക്ട് പ്രകാരവും മണി ചെയിൻ നിരോധന ആക്ട് പ്രകാരവും ഒക്കെയുള്ള ശിക്ഷയാണ് അവർക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് അവസാനത്തെ ഒരു അവസരമാണ്. നിങ്ങൾക്കറിയാം 2 വർഷത്തിലധികമായി നിങ്ങൾക്ക് പൂൾ ഇൻകം കിട്ടാതിരുന്നത്. അപ്പോൾ ഇനി പൂൾ ഇൻകം ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ വേണമെങ്കിൽ ക്ലെയിം പെറ്റീഷൻ കൊടുക്കുക, അതിൻ്റെ നടപടികൾ ത്വരിതപ്പെടുത്തുക. നമ്മുടെ ഹൈറിച്ചിൻ്റെ CEO പറയുന്ന പോലെ, എനിക്ക് നിങ്ങളുടെ ആരുടെയും പൈസ വേണ്ട, ഞാൻ എല്ലാവർക്കും പണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേസ് നടത്തുന്നത് എന്ന് പറയുന്നതിൽ 1% ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇത്തരം ക്ലെയിം പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രീനാഥ് പ്രതാപൻ തന്നെ പറയുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു നടപടികളെ പാര വെച്ച് വലിച്ചു നീട്ടി ഇനിയും
നിക്ഷേപകരെ ദുരിതത്തിലാക്കാതിരിക്കുകയാണ് കമ്പനി ചെയ്യേണ്ടത്. അല്ലാതെ എന്തെങ്കിലും നൊടിന്യായം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം സിറ്റിംഗ് നടത്തേണ്ടതില്ലായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം അത് നമ്മുടെ വക്കീൽ കേസ് നീട്ടിവെക്കണമായിരുന്നു എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അത് ജൂനിയർ വക്കീൽ വന്നത് ശരിയല്ല, നമ്മുടെ മറ്റേ ഫ്ലൈറ്റ് എടുത്തിട്ട് വരുന്ന നന്ദഗോപാൽ മാരാർ വരണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഹൈറിച്ച് എല്ലാ തെണ്ടിത്തരങ്ങളും, അവരുടെ കയ്യിലുള്ള എല്ലാ തെണ്ടിത്തരങ്ങളും ലീഡർമാരും അതേപോലെ തന്നെ എല്ലാ ചെറ്റത്തരവും തെണ്ടിത്തരങ്ങളും പ്രയോഗിക്കും. അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വീഡിയോ ആയിട്ടും വോയിസ് ആയിട്ടും ഉറക്കൊഴിഞ്ഞ് വോയിസ് ഒക്കെ ഇടുന്നുണ്ട് ലീഡർമാർ. അപ്പോൾ വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപേക്ഷ കൊടുത്ത ഇപ്പോൾ 239 മാത്രമല്ല 2500-ലധികം പരാതികൾ തൃശ്ശൂർ കളക്ട്രേറ്റിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അതൊക്കെ ക്ലെയിം ഫോമിൻ്റെ രൂപത്തിലല്ല, കത്തായിട്ടും അപേക്ഷയായിട്ടും ഒക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ക്ലെയിം ഫോമിൽ വരാത്തത് കൊണ്ടാണ് അത് പരിഗണിക്കാതിരുന്നത്. അതിൻ്റെ തുക അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫുകളില്ലായ്മ അങ്ങനെയുള്ളത് കൊണ്ടാണ് ആ പരാതികൾ 2500-ലോളം പരാതികൾ സ്വീകരിക്കാതിരുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് ആൾക്കാർ പരാതി കൊടുക്കും. ഒരു ചുരുങ്ങിപ്പോയാൽ ഒരു 1000-1500 ആൾക്കാർ മാത്രമേ ഈ ഹൈറിച്ച് എന്ന് പറഞ്ഞിട്ട് ഈ തട്ടിപ്പ് ഇനിയും മനസ്സിലാവാതെ ചോറ് തിന്നാത്ത തെണ്ടിത്തരങ്ങളെ താങ്ങി നടത്തുന്ന ആൾക്കാരുള്ളൂ. അപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ക്ലെയിം പെറ്റീഷൻ കൊടുക്കും. ഇവനെപ്പോലെ നാറി നടക്കുന്ന അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ തട്ടിപ്പിനെ എതിർക്കുന്നവരുടെ മുന്നിൽ വലിയവരാകാൻ വേണ്ടിയിട്ട് എന്തെല്ലോ ചെയ്തു കൂട്ടുന്ന അവർക്ക് എന്തായാലും തിരിച്ചടി തന്നെ ആയിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് നെഗറ്റീവ് അല്ലെങ്കിൽ ഈ കമ്പനിയുടെ തെണ്ടിത്തരം പറയുന്നവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നിക്ഷേപകരെ നിങ്ങൾ ബലിയാടാക്കരുത്. അവരോട് നിങ്ങൾ ക്ലെയിം പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി പറയുക. ഇപ്പം വെറും 20 കോടി മാത്രമേ അവിടെ ക്ലെയിം മാത്രമേ വന്നിട്ടുള്ളൂ. 250 കോടിയുടെ ക്ലെയിം വരട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ കമ്പനി 3140 കോടി രൂപയുടെ മണി ചെയിനാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ വലിയ പൈസക്കാരും ഒക്കെ ഈ നാണക്കേട് ഭയന്ന് ക്ലെയിം കൊടുക്കില്ല. അപ്പോൾ അതവിടെ കിടക്കും എന്നുള്ളത്, അത് ഒരിക്കലും കമ്പനിക്ക് തിരിച്ചിട്ടില്ല, അത് അവിടെ കിടക്കും. അപ്പോൾ ലീഡർമാർ കൊണ്ടുപോയി കഴിഞ്ഞാലും ബാക്കിയും അവിടെ ഉണ്ടാവും. അപ്പോൾ പാവപ്പെട്ട നിക്ഷേപകർ ക്ലെയിം അപേക്ഷ അതത് ജില്ലാ കളക്ട്രേറ്റിൽ പോയിക്കൊണ്ട് കൊടുക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ബൈ.